ATM കാർഡോ OTP ATM പിന്നോ ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ ആധാർ കാർഡിൽ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. തീർച്ചയായും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന, തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നമുക്കറിയാം, നാം ആധാർ കാർഡുമായിട്ട് നമ്മുടെ ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ബയോമെട്രിക് ഉപയോഗിച്ചായിരിക്കും KYC ഒക്കെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ആധാർ കാർഡ് എനേബിൾ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്നത് AEPS എന്നാണ്, അഥവാ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന്. അഥവാ OTP അങ്ങനെയുള്ള യാതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ പണം പിൻവലിക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ബയോമെട്രിക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു SIM കാർഡ് എടുക്കുമ്പോൾ അവിടെ നമ്മൾ ബയോമെട്രിക് ലോക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഓപ്പൺ ചെയ്തത് പിന്നീട് ലോക്ക് ചെയ്തില്ല എങ്കിൽ ഇത്തരത്തിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ സാധിക്കും. നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിൽ പണം മറ്റുള്ളവർക്ക് നിങ്ങൾ ആധാർ നമ്പർ ചോദിച്ചുകൊണ്ട് അയച്ചു കൊടുക്കുന്നു. ആ ഒരു സംഗതി നടക്കുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിനെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ ആധാർ കാർഡിനെ നമുക്ക് ബയോമെട്രിക് ലോക്ക് ചെയ്ത് വെക്കൽ നിർബന്ധമാണ്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ആധാർ കാർഡിനെ ലോക്ക് ചെയ്ത് വെക്കുന്നതെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണോ അതല്ലെങ്കിൽ ഐഫോണോ ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ സാധിക്കും. ആധാർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ആവശ്യമായ പെർമിഷനുകളൊക്കെ എല്ലാം നൽകുക. പെർമിഷൻ എല്ലാം നൽകി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആധാർ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം പാസ്വേഡ് നൽകണം. നിങ്ങൾക്ക് ആവശ്യമായ പാസ്വേഡ് നൽകി കൺഫേം ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ക്യാപ്ച അതേ രീതിയിൽ താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിന് താഴെ റിക്വസ്റ്റ് OTP എന്നുള്ള ബട്ടണുണ്ട്. അതിന് മുകളിൽ സെലക്ട് ചെയ്ത് നിങ്ങളുടെ നമ്പറിലേക്ക് വരുന്ന OTP കൃത്യമായി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്ത് അതിനെ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാറിലുള്ള ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതിൽ നിന്ന് നിരവധി സർവീസുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ബയോമെട്രിക് ലോക്ക് ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി മൈ ആധാർ എന്നുള്ള ഈ ഭാഗത്ത്, അഥവാ താഴെയായി നമുക്ക് മൈ ആധാർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബയോമെട്രിക് ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതേ രീതിയിലുള്ള ഓപ്ഷനുകളായിരിക്കും കാണാൻ സാധിക്കുന്നത്. ലോക്ക് ബയോമെട്രിക് എന്നുള്ള ഒരു ഗ്രീൻ കളറിലുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബയോമെട്രിക് സെക്യൂരിറ്റി അൺലോക്ക്ഡ് ആണ് എന്നുള്ള ഓപ്ഷനും ഇവിടെ കാണാം. അപ്പോൾ നമുക്കിതിനെ ലോക്ക് ചെയ്യണം. അപ്പോൾ ലോക്ക് ബയോമെട്രിക് എന്നുള്ളത് കൊടുക്കുക. ശേഷം വീണ്ടും ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും OTP റിക്വസ്റ്റ് ചെയ്യുക. പുതിയ OTP ടൈപ്പ് ചെയ്ത് അതിനെ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓട്ടോമാറ്റിക് ഇതേ രീതിയിൽ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ താഴെ നമുക്ക് ബയോമെട്രിക് അൺലോക്ക് എന്നുള്ള ആ ഒരു റെഡ് കളറിലുള്ള ഓപ്ഷനായിരിക്കും പിന്നീട് കാണുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടേത് അൺലോക്ക് ആണോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ആമുഖത്തിൽ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ എന്തായാലും കൂട്ടുകാർക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയ്ക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.